ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ അവസാനം ദൈവത്തിൽ നിന്ന് ദൈവികമായ കൽപ്പനയെ ലംഘിച്ച് പാപം ചെയ്ത മനുഷ്യൻ ഏതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അതിനുശേഷം ദൈവം കെരൂബുകളെ അവിടെ കാവൽ നിർത്തുന്നു. പാപത്തിൽ നിത്യജീവനാകാതിരിക്കുന്നതിന് വേണ്ടി ദൈവം അവനെ പുറത്താക്കി അതിന് ചുറ്റും കാവലേർപ്പെടുത്തി മനുഷ്യൻ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവീൻ എന്ന് ദൈവം അവർക്ക് നൽകിയതായ അനുഗ്രഹം, ആ അനുഗ്രഹം പ്രാവർത്തികമാക്കുന്നത് ദാമ്പത്യധർമ്മത്തിലൂടെയാണല്ലോ. അപ്പോൾ ആദം ഹാവയെ പരിഗ്രഹിച്ചു. ആ ദാമ്പത്യധർമ്മം നിർവഹിക്കുന്നു. അവർക്കൊരു മകൻ ലഭിക്കുന്നു. കായൻ ദൈവം എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് ഹാവ സന്തോഷിക്കുന്നു. അതിനുശേഷം ഒരു മകൻ കൂടി ജനിക്കുന്നു, ഹാബേൽ. ഇതിൽ കായൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു നമ്മൾ കാണുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട 2 തൊഴിലായി നമുക്കത് കാണാം. ഒന്ന് അത് കൃഷിക്കാരെ, 2 ആട്ടിടയന്മാർ. കായൻ ഹാബേൽ എന്ന് പറയുന്ന 2 വ്യക്തികളെക്കാൾ ഉപരി 2 സമൂഹമാണെന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. അതായത് കൃഷിക്കാരും ആട്ടിടയന്മാരും തമ്മിലുള്ള സംഘർഷമാണ് ഇതിൻ്റെ പശ്ചാത്തലം അത്രേ. കൃഷിക്കാരൊരു സ്ഥലത്ത് സ്ഥിരം താമസിക്കുന്നവരും ആട്ടിടയന്മാർ നാടോടികളുമാണ്. അപ്പോൾ പലപ്പോഴും ആടുകൾ കയറി ഇത് കൃഷി നശിപ്പിക്കുകയും ആ പശ്ചാത്തലത്തിലുണ്ടാകുന്ന ഒരു സംഘർഷത്തെ ഇവിടെ 2 പേര് കൊടുത്ത് പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. അല്ല, ഇത് 2 വ്യക്തികൾ തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിലെ അതിൻ്റെ ആന്തരിക മർമ്മങ്ങളെ കണ്ടെത്തി അത് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഒരു ചരിത്രം എന്നതിനേക്കാൾ ചരിത്രാതീത ചരിത്രമായി നമ്മളിതിനെ കാണേണ്ടതാണ്. എന്തായിരുന്നാലും 2 പേരും അങ്ങനെ ജീവിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ പ്രേരണ മുഖാന്തരമാകാം 2 പേരും ദൈവസന്നിധിയിൽ വഴിപാടുകളുമായിട്ട് വരുന്നു. തങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പുറത്തു പോയെങ്കിലും തങ്ങളുടെ മക്കൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കണമെന്ന മാതാപിതാക്കളുടെ പ്രേരണ മുഖാന്തരമാകാം അവർ വഴിപാടുമായി വരുന്നത്. കാണപ്പെടാത്ത ദൈവത്തിന് നന്ദി രേഖപ്പെടുത്താൻ സാധിക്കുന്നത് ലഭിച്ചതായ അനുഗ്രഹത്തിൽ നിന്ന് ഒരു സമൃദ്ധി കൊണ്ടുവന്ന് സമർപ്പിച്ച് മാത്രമാണല്ലോ. അതുകൊണ്ടാവാം ആദ്യകാലം മുതൽ തന്നെ മനുഷ്യൻ അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുന്നത് അവനെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. കായൻ കൃഷിക്കാരനായതുകൊണ്ട് അവൻ്റെ ആ കൃഷിയിൽ നിന്നും, ഹാബേൽ ആട്ടിടയനായതുകൊണ്ട് ആടുമാടുകളിൽ നിന്നും കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇവിടെ ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചെന്നും കായേനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല എന്നും നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഹാബേലിലും അവിടെ വഴിപാടിലും ദൈവം പ്രസാദിക്കുന്നു. അല്ലാതെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ദൈവം ഹാബേലിലാണ് പ്രസാദിക്കുന്നത്, പിന്നീടാണ് വഴിപാടിൽ. അല്ലാതെ വഴിപാടിൽ പ്രസാദിച്ചിട്ട് വഴിപാട് കണ്ടിട്ട് അതനുസരിച്ച് ഹാബേലിൽ പ്രസാദിക്കുകയല്ല ചെയ്യുന്നത്. കായേനിലും അവൻ്റെ വഴിപാടിലുമാണ് ദൈവം പ്രീതിപ്പെടാതെ പോയത്. അവൻ്റെ വഴിപാട് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട്, ആ സാധനം ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അവനെ ദ്വേഷിച്ചു എന്നല്ല. എന്തുകൊണ്ടാണ് കായേൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാതെ പോയത് എന്നതിന് ഈ വേദഭാഗത്ത് കാരണങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ നമ്മുടെ യോഹന്നാൻ ശ്ലീഹ അതിനെപ്പറ്റി പറയുന്നു. 1 യോഹന്നാൻ 3:12 തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതുമായിരുന്നു. അപ്പോൾ ഹാബേൽ നീതിയുള്ളവനായി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ
കായൻ ദോഷപ്രവൃത്തികൾ ചെയ്ത് ദോഷമുള്ളവനായി ജീവിച്ചിരിക്കാം. എബ്രായ ലേഖനം 11:4 പൗലോസ്ലീഹ പറയുന്നു, ഹാബേൽ വിശ്വാസത്താൽ ശ്രേഷ്ഠമായത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കായൻ അവിശ്വാസിയായിരിക്കാം. അപ്പോൾ ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത് നമ്മിലാണ്. നമ്മിൽ പ്രസാദിക്കുമ്പോഴാണ് നമ്മുടെ വഴിപാടുകളെ ദൈവം സ്വീകരിക്കുകയും അതിൽ പ്രസാദിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ വഴിപാടിൻ്റെ ശ്രേഷ്ഠതയോ അതിൻ്റെ വലിപ്പമോ അതിൻ്റെ വിലയോ അല്ല അതിൻ്റെ ക്വാളിറ്റിയോ കണ്ടിട്ട് നമ്മളെ സ്നേഹിക്കുന്നവനല്ല ദൈവം. കാരണം നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് നമ്മൾ നൽകുന്ന വസ്തുക്കൾ ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും. അപ്പം അതുകൊണ്ട് നമ്മളിലാണ് ദൈവം പ്രീതിപ്പെടേണ്ടതെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. ഒരുപക്ഷേ പിറ്റേ വർഷത്തെ അനുഭവത്തിൽ നിന്നാവാം കായൻ മനസ്സിലാക്കിയത് ഹാബേലിൻ്റെ വഴിപാട് ദൈവം പ്രസാദിച്ചു, തന്നിൽ പ്രസാദിച്ചില്ല എന്ന്. കാരണം ഹാബേലിൻ്റെ ആടുമാടുകളൊക്കെ വർദ്ധിച്ചു കാണണം. പ്രകൃതിക്ഷോഭം മുഖാന്തരമോ മറ്റു കാരണങ്ങളാലോ കായൻ്റെ വഴിപാടുകളൊക്കെ കായൻ്റെ കൃഷിയൊക്കെ നശിച്ച് കാണണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ കായൻ മനസ്സിലാക്കുന്നു, എൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ കായനിൽ വരുന്ന മാറ്റമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവനങ്ങനെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വായിക്കുന്നു, കായന് കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി എന്ന് നമ്മൾ വായിക്കുന്നു. അഥവാ അവൻ്റെ മുഖം കറുക്കുന്ന അനുഭവം ഉണ്ടായി. വാസ്തവത്തിൽ സഹോദരൻ്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കേണ്ടവനാണ് ജ്യേഷ്ഠൻ. പക്ഷെ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിക്കുക. കാരണം അവൻ ദോഷമുള്ളവനാണ്, ദോഷപ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നവനാണ്. അവനിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയായിരിക്കണം. അതുകൊണ്ട് അവൻ്റെ മുഖം വാടി. അപ്പോൾ യഹോവയായ ദൈവം അവിടെ ഒരു മുന്നറിയിപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കായനെ, നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? ഇല്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയും അതിനെ കീഴടക്കണം. പാപത്തെ, മനുഷ്യനെ ആക്രമിക്കുവാൻ എപ്പോഴും കാൽച്ചുവട്ടിൽ പതിയിരിക്കുന്നൊരു മൃഗത്തിന് തുല്യമായി ദൈവം ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അത് നിന്റെ വാതിൽക്കലുണ്ട്, ഏത് സമയവും അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാണ്, അത് നിന്നെ കീഴ്പ്പെടുത്തും, അതിനു മുമ്പ് നീ അതിനെ കീഴ്പ്പെടുത്തണം. ആ പാപത്തെ കീഴ്പ്പെടുത്താനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. നീ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നന്മ പ്രവർത്തിക്കുന്നെങ്കിൽ നിനക്ക് ദൈവപ്രസാദമുണ്ടാകും. അന്ന് ദൈവം നേരിട്ടിത് മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അന്ന് ന്യായപ്രമാണം ലോകത്തിന് ലഭിച്ചിട്ടില്ല. ഏതാണ് നന്മ ഏതാണ് തിന്മയെന്ന് മനുഷ്യൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാവാം ദൈവം നേരിട്ട് ഇത് കായന് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇന്ന് നമുക്കാരും നേരിട്ട് പറഞ്ഞു തരേണ്ട. കാരണം നമുക്കറിയാം, നന്മയും തിന്മയും ഒക്കെ നമുക്കിന്നറിയാം. പരിശുദ്ധാത്മാവ് നമ്മെ അത് ബോധിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, അതിനെയൊക്കെ മറികടന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശിക്ഷയ്ക്ക് വിധേയരാകും. നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ അവൻ്റെ ബലഹീനതയിൽ മനുഷ്യനോട് ചെയ്യുന്ന പാപങ്ങളൊക്കെ ദൈവം ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. കാരണം പാപബോധം നമ്മളുണ്ടാക്കുന്നത്, തെറ്റെന്നുള്ള ബോധ്യം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെതിരായ പാപം ദൈവത്തിനെതിരായ പാപമാണ്. അത് ക്ഷമിക്കപ്പെടാൻ പ്രയാസവുമാണ്. എന്നിരുന്നാലും വാസ്തവത്തിൽ ഇവിടെ കായനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ അവന് പിന്നെ സഹോദരനെ കൊണ്ടുപോയി വയലിൽ കൊണ്ടുപോയി കൊന്നുകളയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ചിന്തിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ട് എൻ്റെ വഴിപാടിനെ ദൈവം തിരസ്കരിച്ച് ഞങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ടല്ലേ. ഞാനൊരാളെ ഉള്ളെങ്കിൽ പിന്നെ ദൈവത്തിന് പോലൊരു ഓപ്ഷനില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ദുർചിന്തകൾ, ദുർവികാരങ്ങൾ, പൈശാചിക പ്രലോഭനത്താൽ അവൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം. അവൻ സഹോദരനെ കൊണ്ടുവന്ന് കൊന്നുകളയുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കണം. നമ്മളും വാസ്തവത്തിൽ ഇങ്ങനെയുള്ളതായ, നമുക്കറിയാം ഇവിടെ പാപത്തിൻ്റെ ഉത്ഭവം എവിടെയാണ്?
അസൂയയിൽ നിന്നാണ് ഈ പാപം ഉണ്ടാവുക. ഏതിൽ നിന്ന് അനുസരണക്കേട് മുഖാന്തരം പുറത്തുപോയി, അതായിരുന്നു ആദ്യത്തെ പാപം. ഇപ്പോൾ ഉണ്ടാകുന്നത് അസൂയയിൽ നിന്നാണ്. അസൂയ എവിടെയാണ് ഉണ്ടാകുന്നത്? സഹോദരന്മാരുടെ ഇടയിലും സമന്മാരുടെ ഇടയിലുമാണ് അസൂയ എന്ന പാപം ഉണ്ടാകുന്നത്. സഹോദരന്മാരുടെ ഇടയിലും സമന്മാരുടെ ഇടയിലുമാണ്. നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ നമ്മൾ ദിവസം കാണുന്നവരോടാണ് നമുക്ക് അസൂയയും വെറുപ്പും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ഉള്ളവരോട് നമുക്ക് അസൂയയും വെറുപ്പും ഒന്നുമില്ല. കാരണം നമ്മളവരെ കാണുന്നില്ല, അവരോട് സഹകരിക്കുന്നില്ല. നമുക്ക് പ്രശ്നമുള്ളത് ഇവിടെ നമ്മൾ ദൈനംദിനം കാണുന്നവരോടാണ്. അതുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കണം. അതിനുശേഷം നമ്മൾ വാഴുന്നു, അവൻ്റെ മുഖം ഇവിടെ വാടി, അവൻ സഹോദരനെ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ ആ മുന്നറിയിപ്പിനെ ഉൾക്കൊള്ളാൻ അവന് സാധിച്ചില്ല. അതിനേക്കാൾ ഉപരിയായി ആ പൈശാചിക ശക്തിയാണ് അവന് കൂടുതൽ ബലം പ്രാപിച്ചത്. അതിനുശേഷം അവൻ ദൈവസ്ഥാനത്തിൽ വന്നപ്പോഴാവാം ദൈവം കായനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? അവൻ തിരിച്ച് ദൈവത്തോട് അവൻ മറുതിരിക്കുന്നു, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണ്. അനുജൻ്റെ കാവൽക്കാരൻ ജ്യേഷ്ഠനല്ലാതെ പിന്നെ മറ്റാരാണ്? പ്രിയമുള്ളവരെ, ഇത് നമ്മളും ചിന്തിക്കേണ്ടതാണ്. നമ്മളും അനുജൻ്റെ കാവൽക്കാരാണ്. എഗെസ്കേൽ പ്രവചനം 3:17 യഹോവയായ ദൈവം എഗെസ്കേൽ പ്രവാചകനോട് പറയുന്നുണ്ട്, ഞാൻ ദുഷ്ടനോട് അവൻ ദുഷ്ടത ചെയ്യുമ്പോൾ നീ പാപത്തിൽ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നീ അവനെ ഓർപ്പിക്കുകയോ അവൻ പാപം വിട്ടുതിരിയത്തക്കവണ്ണം പ്രവർത്തിക്കുകയോ ചെയ്യാതിരുന്നാൽ ദുഷ്ടൻ പാപത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. കാരണം നിനക്കവനെ തിരുത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കും ആ പ്രവാചക ദൗത്യമുണ്ട്. യേശുവിൻ്റെ രാജകീയ പുരോഹിത വർഗങ്ങൾ വ്യക്തിയായി നമ്മൾ ചേർക്കപ്പെട്ടവരാണ്. നമ്മുടെ ഭവനം, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾ, നമ്മുടെ പള്ളി, നമ്മുടെ ഇടവക, ഈ സമൂഹത്തോടൊക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ജീവിച്ചില്ല എങ്കിൽ സഹോദരൻ്റെ രക്തത്തിന് നമ്മളും സമാധാനം പറയേണ്ടി വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇനിയും ഞാൻ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ ദൈവത്തോട് ഇവിടെ മറുതലിക്കുകയാണ്. പാപം ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റം കണ്ടു. ഇവിടെ എവിടെ നിന്നാണ് പാപത്തിൻ്റെ ആരംഭം? അസൂയയിൽ നിന്നാണ്. അസൂയ എന്താ ഉണ്ടാക്കിയത്? സഹോദരനുള്ള വെറുപ്പിലേക്ക് അവനെ കൊണ്ടുപോയി. വെറുപ്പ് എന്തുണ്ടാക്കി? അവനിലൊരു അസ്വസ്ഥത ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ദുഃഖമുണ്ടാക്കി. ആ ദുഃഖം അവനെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു. നിരാശ പിന്നെ കോപത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നു. കോപം അവനെ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കൊലപാതകം അവനെ മറുതലിപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി മുന്നോട്ട് വായിക്കുമ്പോൾ ദൈവം ഇനി അവനെ ശപിക്കുകയാണ്, ശാപത്തിലേക്ക് അവൻ പോവുകയാണ്. പാപത്തിൻ്റെ ഒരു വളർച്ച നമുക്കിവിടെ കാണാൻ പറ്റും. ജലസ് ലീഡ്സ് ടു ഹേറ്റ്രഡ്, ഹേറ്റ്രഡ് ലീഡ്സ് ടു ഡിസ്ട്രസ്, ഡിസ്ട്രസ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ, frustration leads to anger, anger leads to murder, murder leads to adamant, and adamant will leads to curse. അതാണ് ഇവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നത്. അസൂയ എന്ന പാപം നമ്മിൽ വളർത്തപ്പെടുവാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയേറെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട്
ദൈവം അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്റെ അനുജൻ എവിടെ, സഹോദരൻ എവിടെ? അവൻ പറഞ്ഞു, ഞാൻ അറിയുന്നില്ല. അപ്പോൾ അവനെ ദൈവത്തോട് പോലും മറുതിരിക്കുകയാണ്. ഞാൻ അനുജൻ്റെ കാവൽക്കാരനോ എന്നാണ് അവൻ ചോദിക്കുക. യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, നീ എന്തു ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുകയാണ്. കാരണം രക്തമാണ് ജീവൻ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ ആരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇസ്രായേൽ ജനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിപ്പിച്ചാൽ അതിൻ്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം. എന്തെന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവരുടെ രക്തത്തിലാണ്. ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് നമുക്ക് ജീവൻ നൽകിയത്. തൻ്റെ രക്തം കാൽവറിയിൽ ഒഴുക്കിയാണ്. ആ രക്തമാകുന്ന ജീവൻ അതാണ് നമ്മളെ നിത്യജീവനിലേക്ക് നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മളെ വഴി നടത്തുന്നതെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, കായേൻ ഇവിടെ ശപിക്കപ്പെടുകയാണ്. ദൈവം പറഞ്ഞു, നിൻ്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു, നീ ദേശം വിട്ട് ശാപഗ്രസ്തനായി പോകണം. എന്താണ് അവന് നൽകുന്ന ശാപം? എന്താണ്? ഇനി മേലാൽ ഭൂമി അതിൻ്റെ വീര്യം നിനക്ക് തരികയില്ല. വാസ്തവത്തിൽ കായേൻ തെറ്റ് ചെയ്തത് ഹാബേലിനോടാണ്. അവനോടിപ്പോൾ പ്രതികരിക്കാൻ പോകുന്നത് ഭൂമിയാണ്. കാരണം കായേൻ കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ ഭൂമിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവനാണ്. പക്ഷേ ഭൂമി അതിൻ്റെ വീര്യം ഇനി നിനക്ക് തരികയില്ല. ഏതിൽ നിന്ന് പുറത്തു പോയപ്പോൾ നിൻ്റെ നെറ്റിയിലെ വിയർപ്പോടുകൂടി നീ അപ്പം ഭക്ഷിക്കുമെന്നേ പറഞ്ഞുള്ളൂ. അത് 100 മേനി അധ്വാനിച്ചാൽ 100 മേനി വിളവായിരുന്നു. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത്? ഭൂമി അതിൻ്റെ വീര്യം ഇനി നിനക്ക് തരികയില്ല. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ എക്കോ തിയോളജി അഥവാ പരിസ്ഥിതി ദൈവശാസ്ത്രമെന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതതിൻ്റെ അർത്ഥം അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്കെതിരാകുമ്പോൾ, നിങ്ങൾ എനിക്കെതിരാകുമ്പോൾ ഈ പ്രപഞ്ചം നമുക്കെതിരാകും. ഞാൻ നിങ്ങൾക്കെതിരാകുമ്പോൾ, നിങ്ങൾ എനിക്കെതിരാകുമ്പോൾ ഈ പ്രപഞ്ചം നമുക്കെതിരാകും. അതായത് രക്തം കുടിക്കുന്ന ഭൂമി പ്രതികാരദാഹിയായി അവിടെ പ്രവർത്തിക്കും. രക്തം കുടിക്കുന്ന ഭൂമി പ്രതികാരദാഹിയായി അവിടെ പ്രതികരിക്കും. ഭൂമിയിലുണ്ടാകുന്ന കലാമിറ്റീസ് അഥവാ പ്രകൃതിക്ഷോഭങ്ങൾക്കൊക്കെ കാരണം മനുഷ്യൻ്റെ രക്തം ഭൂമിയിൽ വീഴ്ത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കായേൻ ഹാബേലിനെ കൊന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം കായേനെ ഇവിടെ ശപിക്കുന്നുണ്ട്. എന്നാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ഒരിക്കലും ശപിച്ചിട്ടില്ല. അവിടുന്ന് പുറത്താക്കിയതേ ഉള്ളൂ, അവരെ അവിടെ ശപിക്കുന്നില്ല. എന്താണ് അവരെ ശപിക്കാതെ കായേനെ ഇവിടെ ശപിക്കാൻ കാരണം എന്താണ്? ആദമും ഹവ്വയും പാപം ചെയ്തത് അവരോട് തന്നെയാണ്. ഹാബേൽ പാപം ചെയ്യുന്നത് മറ്റൊരാളോടാണ്, തൻ്റെ സഹോദരനോടാണ്. അപ്പോൾ 2 അകൽച്ച അവന് വരും. ഒന്ന്, അവനിൽ നിന്ന്, അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. അതുമാത്രമല്ല, അവൻ സഹോദരനിൽ നിന്നും അവൻ അകലുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളും അതൊക്കെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണെന്നും ആരോഗ്യത്തെ ഹനിക്കുന്നതാണെന്നും നമുക്കറിയാം. എന്നാൽ നമ്മൾ പറയുന്ന, മറ്റുള്ളവരെക്കുറിച്ച് പറയുന്ന പരദൂഷണങ്ങളും
അവർക്ക് ചെയ്യുന്ന അവരെക്കുറിച്ചുള്ളതായ ദുരാലോചനകളും അവരെക്കുറിച്ച് പറയുന്ന അപവാദങ്ങളും അത് ഇരട്ടി പാപമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റേതൊക്കെ വലിയ പാപമാണെന്ന് നമ്മൾ പറയുന്നു, അത് പാപമാണ്. എന്നാൽ അതിനേക്കാൾ ഇരട്ടി പാപമാണ് നമ്മൾ മറ്റുള്ളവർക്കുള്ള പറയുന്ന പരദൂഷണങ്ങളും മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്. കാരണം രണ്ട് പാപങ്ങളാണ്. ഒന്ന്, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. രണ്ട്, സഹോദരനെ നമ്മൾ കൊല്ലുകയാണ്. അങ്ങനെ നമ്മൾ അവന് അപവാദം പറയുമ്പോൾ അവൻ്റെ രക്തം നമ്മൾ ഭൂമിയിൽ വീഴ്ത്തുകയാണ്. അപ്പോൾ ഭൂമി പ്രതികാരദാഹിയായി നമ്മളോട് പ്രതികരിക്കും. ഇവിടെ ഈ പാപത്തിൻ്റെ പരിണതഫലം എന്താണ്? 4 രീതിയിൽ അവനുള്ള ബന്ധങ്ങളുടെ തകർച്ച കാണാം. ഒന്ന്, മനുഷ്യനിൽ നിന്ന് അവനകുന്നു. 2, ദൈവത്തിൽ നിന്ന് അവനകുന്നു. 3, പ്രപഞ്ചത്തിൽ നിന്ന് അവനകലുന്നു. ഇനി 4ാമത് വരുമ്പോൾ സ്വയത്തിൽ നിന്നും അവനകലും. കുറ്റബോധം അവനിൽ അതിശക്തമായിട്ടുണ്ടാകുന്നു. അപ്പോൾ ഈ ശാപം കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നത് നീ എന്നെ നിൻ്റെ സന്നിധിയിൽ നിന്ന് നാട്ടിക്കളയുന്നു. ഞാൻ ഈ ഭൂമിയിലൂടെ നലിയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊന്നുകളയും. അപ്പോൾ അവനൊരു പശ്ചാത്താപം ഉണ്ടായി. അപ്പോൾ യഹോവയായ ദൈവം അവൻ പശ്ചാത്തപിച്ചു എന്ന് കണ്ടപ്പോൾ ദൈവം അവനൊരു അടയാളം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, കായേനെ, ഇതിൻ്റെ പേരിൽ ഇനി ആരെങ്കിലും കായനെ കൊന്നാൽ അവനോട് ഞാൻ 7 ഇരട്ടി പകരം ചെയ്യും. ഇപ്പോൾ കായൻ ആരാന്നറിയാമോ? ഇപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന കായൻ അനുദപിച്ച പാപിയാണ്. ഇപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന കായൻ അനുദപിച്ച പാപിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അനുദപിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് ബോധ്യം വന്ന് ദൈവസന്നിധിയിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മൾ അനുദപിച്ച പാപിയാണ്. ദൈവം നമുക്ക് അടയാളങ്ങളെ തരും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എത്ര വലിയ പാപത്തിൽ നമ്മൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ അകപ്പെട്ടു പോയാലും അനുദപിപ്പാനൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മെ കൈവിടിയാത്തവനാണ് ദൈവം. ഇവിടെ നമ്മൾ കാണുന്നു, കായേനെയും അല്ലെങ്കിൽ ആദത്തെയൊക്കെ അന്വേഷിച്ച് വരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റെല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ ദൈവശാസ്ത്രം മനുഷ്യനെ അന്വേഷിച്ച് വരുന്ന ദൈവമാണ്. മനുഷ്യാവതാരം പോലും ആ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നാണ് വായിക്കുന്നത്. വേദോസ് ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏലിയാവ് യഹോവയുടെ വാക്ക് കേൾക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ അവൻ്റെ പിന്നാലെ ചെല്ലുന്ന ദൈവം, നിലവായി പോകേണ്ട ആ യോന അത് ചെയ്യാതെ വന്നപ്പോൾ അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ തിരികെ കൊണ്ടുവരുന്നതാണ്. ശിഷ്യന്മാരെ ഒക്കെ പുനരുദ്ധാന ശേഷം 2 പ്രാവശ്യം കണ്ടിട്ടും പിന്നീട് ദൈവസാമീപ്യം നഷ്ടപ്പെട്ടപ്പോൾ മീൻ പിടിക്കാൻ പോയപ്പോൾ അവരുടെ പിന്നാലെ ചെല്ലുന്ന ദൈവം. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യനെ അന്വേഷിച്ച് വരുന്ന ദൈവിക സ്നേഹത്തെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാനോ പ്രവൃത്തി ചെയ്യാനോ ദൈവികമായ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമുക്കാർക്കും ഒരിക്കലും സാധിക്കുകയില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കായൻ്റെയും ഹാബേലിൻ്റെയും ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ ഭൂമിയിൽ ആരാണ്? കായനാണോ അതോ ഹാബേലാണോ? നമ്മളാരാണ്? നമ്മൾ കായന്മാരാണോ അതോ നമ്മൾ ഹാബേലിന്മാരാണോ? ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ കായന്മാരല്ലേ? എത്രയോ പേരുടെ രക്തം ഈ ഭൂമിയിൽ നമ്മൾ വീഴ്ത്തിയിട്ടുണ്ട്. അസൂയ കൊണ്ടും വെറുപ്പ് കൊണ്ടും വിദ്വേഷം കൊണ്ടും പക കൊണ്ടും എത്ര പേർക്കെതിരായി നമ്മൾ ദൂഷണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരുടെയും മക്കൾക്ക് നമ്മൾ കായൻ എന്ന് പേരിടാറില്ല. കാരണം അത്രമാത്രം കായനെ നമ്മൾ വെറുക്കുന്നു. ഹാബേലിന് നമ്മൾ പേരിടാറുണ്ട്, നിഷ്കളങ്കൻ. വാസ്തവത്തിൽ ജീവിതം കൊണ്ട് നമ്മൾ ആരാണ്? നമ്മളൊക്കെ കായന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവും പറഞ്ഞു,
കോപിക്കുന്നവൻ കൊലപാതകിയാണ്, മോഹിക്കുന്നവൻ വ്യഭിചാരിയാണ്. മനസ്സുകൊണ്ടുള്ള പാപം, അതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് കർത്താവ് പുതിയ നിയമത്തിൽ നമുക്കറിയാം, ഒറ്റ വിശുദ്ധിയെ ആവശ്യപ്പെട്ടുള്ളൂ. ഹൃദയത്തിൻ്റെ വിശുദ്ധി കർത്താവ് ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, ഞാൻ ഇതുവരെ ജീവിച്ചത് കായേൻ്റെ മനോഭാവത്തോടെയാണെങ്കിൽ അതിനെ ഞാൻ വിടുന്നു. ഇനി ഹാബേലിനെ പോലെ നിഷ്കളങ്കനായി, നിർദോഷിയായി, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുള്ളവനായി, നന്മയെ സ്നേഹിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി ജീവിക്കും. കായേൻ്റെ മുഖം പാടിയപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു, പിശാചിനെ കീഴ്പ്പെടുത്താനുള്ള വഴി പറഞ്ഞു കൊടുത്തതാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നിനക്ക് ദൈവപ്രസാദമുണ്ടാകും. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഈ വേദഭാഗം നമ്മെ സഹായിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു, കായൻ അവിടെ നിന്ന് പോകുന്നു. അവന് വേറൊരു പ്രദേശത്തേക്ക് അവനങ്ങനെ പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അവൻ്റെ ആ സന്താന പരമ്പരകളെക്കുറിച്ച് ഹാനോക്കിൻ്റെ പിന്നൊരു മകനെ അവർ ചേർക്കുന്നു. അവർക്ക് കായനിൽ നിന്ന് പിന്നെ ഹാനോക്ക് ഉണ്ടാകുന്നതായും അങ്ങനെ വന്ന അവരുടെ ആ ഒരു ഇതിൽ നിന്ന് പിന്നീട് നമ്മൾ കാണുന്നത് ലാമേക്കിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 2-3 തലമുറകൾ കഴിയുമ്പോൾ ലാമേക്ക് എന്ത് ചെയ്തു? അവൻ 2 പേരെ അടിച്ചു കൊല്ലുകയാണ്. അവനൊരു വലിയ കൊലപാതകയായിട്ട് അവൻ മാറുകയാണ്. കായൻ ഒരാളെയാണ് കൊന്നതെങ്കിൽ അവൻ്റെ ലാമേക്ക് അതിനേക്കാൾ കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ളവനായി മാറുന്നു. 24-ാം വാക്യത്തിൽ കാണുന്നു, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റെത് 77 ഇരട്ടിയായിരിക്കും. 70% കൂടെ അത് വർദ്ധിക്കുകയാണ്. നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതായ നമ്മുടെ ദോഷകരമായ മനോഭാവത്തിൽ നിന്ന് മക്കൾക്ക് ജന്മം നൽകിയാൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി പാപത്തിലേക്ക് അവർ പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ദൈവമേ, ഞങ്ങൾ ഇതുവരെ ജീവിച്ചത് കായേൻ്റെ മനോഭാവത്തോടു കൂടിയാണെങ്കിൽ ഇനി അങ്ങനെ ജീവിക്കുക ഞങ്ങൾക്കിടയാകാതെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം സേത്ത് എന്ന് പറയുന്നതായ ഒരു മകൻ അവർക്ക് ജനിക്കുന്നു. അവൻ്റെ മകൻ ഏനോസ് ആ കാലത്ത് ദൈവത്തിൻ്റെ നാമത്തിലുള്ള ആരാധന ഭൂമിയിൽ ആരംഭിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ആ ദൈവാനുഭവത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കണം. കായേൻ ഹാബേലിൻ്റെ ഈ സംഭവം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവസന്നിധിയിൽ വിലയിരുത്തുവാനും ചിന്തിക്കുവാനും മുഖാന്തരമായി ഭവിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.